ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. എല്ലാവർക്കും ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ കുറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം, വലിയ ഹൈപ്പുകൾക്കൊക്കെ ശേഷം ഇന്നലെ റിലീസായി. മിക്സഡ് റിവ്യൂസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു 70% പോസിറ്റീവ് ആണെങ്കിൽ ഒരു 30% ആളുകൾ നെഗറ്റീവ് തന്നെയാണ് പറയുന്നത്. തരക്കേടില്ല എന്ന രീതിയിൽ പറയുന്നവരും ഉണ്ട്. ഇതുപോലെ സ്റ്റീഫൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ വളരെ ഇഷ്ടപ്പെടുകയും എന്നാൽ അബ്രഹാം ഖുറൈഷി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഖുറൈഷി അബ്രഹാം. പക്ഷെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, കുറെ ആളുകൾക്ക് കുരു പൊട്ടിയിട്ടുണ്ട്. എന്ത് കുരുവാണ് ഈ പൊട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഒരു അരമണിക്കൂർ നേരം കൊണ്ട് പറയുന്ന ഒരു കഥയുണ്ട്. സിനിമ കണ്ടവർക്ക് അതറിയാം. ഞാൻ ഈ പറയുമ്പോൾ സ്പോയിലേഴ്സ് ഇല്ല, പക്ഷെ എന്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് ആദ്യം തുറന്നു പറയാം. കഥയായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ ആ ഒരു അരമണിക്കൂർ നടക്കുന്ന ഏതുമായി ബന്ധപ്പെട്ട കാര്യം എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് മാത്രം, സ്പോയിലേഴ്സ് ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോ നമ്മുടെ സെയ്ദ് മസൂദിന്റെ ചെറുപ്പകാരാണ് ചെയ്യുന്നത്. ഇതിലെ കാർത്തികേയ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്കറിയാം. അപ്പൊ ചെറുപ്പകാലത്തിൽ സെയ്ദ് മസൂദിന് എന്ത് സംഭവിച്ചു, അവരുടെ ഫാമിലിക്ക് എന്ത് പറ്റി, അവരൊക്കെ എന്താണ് സംഭവിച്ചു പോയത്, എങ്ങനെയാണ് ഈ ഖുറൈഷി എബ്രഹാം ഗ്യാങ്ങിന് കൂടെ നമ്മുടെ എന്താ പറയാ ഈ മസൂദ് അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ വന്നു ചേർന്നത് എന്നൊക്കെ പറയുന്ന ആ ഒരു അരമണിക്കൂർ നേരം കറക്റ്റ് ആയിട്ട് BJP സർക്കാരിനെ പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം എന്താണെന്ന് എടുത്ത് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ വർഗീയ ശക്തികൾ എന്ത് കാണിച്ചു എന്നുള്ളത് വ്യക്തമായി കൃത്യമായി അതിൽ പറയുന്നുണ്ട്. അത് പറയാൻ ഒരു നട്ടെല്ല് വേണം, അല്ലെങ്കിൽ അത് പറയാൻ ഒരു ഭയങ്കരമായിട്ടുള്ള ഗട്സ് വേണം. അത് മുരളി ഗോപി എഴുതുകയും പൃഥ്വിരാജ് അത് വ്യക്തമായിട്ട് കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാർട്സ് ഓഫ് എന്നേ പറയാനുള്ളൂ. ഭയങ്കര ഇതിൽ ഏറ്റവും എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ഒരു സീനാണ്. കാരണം ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആയിട്ടുള്ള അത്തരം സീനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് സങ്കടം തോന്നും, അത് എന്തും ആയിക്കൊള്ളട്ടെ. പക്ഷെ അങ്ങനത്തെ സീനുകൾ കണ്ടിരിക്കാൻ നമുക്ക് സാധാരണ ഒരു കണ്ണിച്ചോരുള്ള മനുഷ്യന് കഴിയില്ല. അതിപ്പോ കണ്ടിട്ടുള്ള ആളാണ് നിങ്ങൾക്കും അത് ഫീൽ ആയിട്ടുണ്ടാവും. അത് വൺ ഓഫ് ദി ബെസ്റ്റ് സീനാണ്. അങ്ങനെ ആ സീൻ കാണിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ചാളുകൾ വന്നിട്ട്, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലെയൊക്കെ ചർച്ച നടന്നിട്ടുണ്ട്, BJPക്ക് എതിരെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് BJPക്കാർ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കുക. പല നേതാക്കന്മാരും അത് പറഞ്ഞോട്ടെ, സിനിമയായിട്ട് കണ്ടാൽ മതി, ഇവിടെ ഇപ്പൊ ഇതിനു മുമ്പും BJPക്ക് എതിരെ സിനിമ വന്നിട്ടുണ്ടല്ലോ ഒക്കെ പറഞ്ഞു. BJPക്ക് എതിരെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല അവര് BJPക്കാരാണ് എന്നുള്ളത്. അത് വേറെ കാര്യം. അത് അവര് BJPക്കാരാണ് എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. BJPക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. അവര് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അവരെന്നെ വിശ്വസിക്കുന്നത് കൊണ്ടാണോ, ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് തന്നെ അറിയുന്നതുകൊണ്ടാണോ എന്നുള്ളത് അവർ സ്വയം ചിന്തിക്കുക. ഇനി ഒരു സിനിമയിൽ ഇവരെന്നെ പറയുന്ന പോലെ ഒരു സിനിമയിൽ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ളത് ഒരു എഴുത്തുകാരന്റെയും സംവിധായകന്റെയും മാത്രം ഇഷ്ടമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇതൊരു ഫിക്ഷൻ ആണ്, ഇതൊരു ആളുകളുടെ ഇമാജിനേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇവിടെ ആരും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പേരെടുത്ത് പറയുന്നത് വരെ അതിന് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഇനി ഈ ഒരു കാര്യം പറഞ്ഞിട്ട് സിനിമ മോശമാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. സിനിമ വളരെ മോശമാണ്, ഇത് 5 പൈസക്ക് പറ്റില്ല, എത്ര ബോറ് സിനിമ. ഈ കാര്യം എന്ന് വെച്ചാൽ അതാണ് അവരുടെ ഉള്ളിലുള്ളത്. എന്നാൽ അത് അവർ തുറന്നു പറയാതെ സിനിമയെ മൊത്തത്തിൽ അങ്ങോട്ട് മോശമാക്കിയിട്ട് അത് പൊട്ടിപ്പാളീസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യം, അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു സീനിനെയാണ് അവർ എല്ലാവരും ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. അത് മനസ്സിൽ വെച്ചിട്ട് സിനിമയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇനി സിനിമയിലെ എന്താണ് യഥാർത്ഥത്തിൽ നെഗറ്റീവ്? എല്ലാവരും പറയുന്ന പോലെ വളരെ മോശം പടം, അയ്യേ പടം പൊട്ടി എന്നൊക്കെ പറയുന്ന ആളോട് പടം പൊട്ടിയെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ സിനിമ കണ്ടോ? എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ പൊട്ടിയ പോലെ ഫീൽ ചെയ്തോ? ശരിയാണ്, ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്നത്, അതായത് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിട്ടുള്ള മേക്കിംഗ് സ്റ്റൈൽ, അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ, ഇതൊക്കെ അവർ റീച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമാണ് അത് ആ ഹൈപ്പിന് എത്താതിരുന്നത്. അത് ഏതാണ് ആ ഹൈപ്പ്? അതായത് ഇന്റർനാഷണൽ ലെവൽ അപ്പീൽ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂർ അടക്കം പറഞ്ഞിട്ടുള്ള മലയാളത്തിന്റെ ബാഹുബലി, മലയാളത്തിന്റെ KGF എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹൈപ്പ് അതിന്റെ 7 അലത്ത് എത്തിയിട്ടില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് പടം വളരെ മോശമാകൂ? അതിന്റെ അർത്ഥം പടം 5 പൈസക്ക് ഇല്ല എന്നാണോ? ഇത് സീരിയസ്ലി ഇതിലെ നെഗറ്റീവ് എന്ന് പറയുന്നത് പ്ലോട്ട് വൈസ് നമ്മൾ ആ കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൂസിഫറിന് മുകളിൽ വെക്കാനുണ്ടോ? അത് പ്ലോട്ട് വൈസ് മാത്രം ലൂസിഫറിന് മുകളിൽ വെക്കാനില്ല. അതാണ് ഇതിൽ നെഗറ്റീവായിട്ട് പറയുന്നത്. അതുകൊണ്ട് സിനിമ മോശമാണോ? അല്ല, ലൂസിഫറിനേക്കാൾ എത്രയോ വലിയ സിനിമയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പ്ലോട്ട് വൈസ് ഈ ലൂസിഫറോട് ഒക്കില്ല എന്ന് പറഞ്ഞ പടം മോശമായോ?
ഇല്ല. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് അതിൽ ഒരു സിനിമ എമ്പുരാനാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അത്ര ഗംഭീരമായിട്ട് അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഒക്കെ എടുത്തു വെച്ചാൽ ഒരു ഹോളിവുഡ് ലെവൽ സാധനമാണ് വെച്ചിട്ടുള്ളത്. അവിടുത്തെ BGM, എഡിറ്റിംഗ്, അവിടെ ഒരു ഉദ്ദേശിക്കുന്ന ഒരു സ്ക്രീനിങ്, അതിന്റെ ഓരോ ഫ്രെയിംസ്, അതൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള, നമ്മൾ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സീനുകൾ തന്നെയാണ്, കണ്ടിട്ടില്ലാത്ത ഫ്രെയിമുകൾ തന്നെയാണ്. അതിലൊന്നും ഒരു ഡൗട്ടും വേണ്ട. അത്ര മികച്ച സാധനമാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. പുറത്തുനിന്ന് ഒരാള് സിനിമ കാണുമ്പോൾ, ഇതുവരെ മലയാളം ഇൻഡസ്ട്രി വളരെ ചെറിയ ഇൻഡസ്ട്രി ആണെന്ന് കേട്ട ഒരാൾ ഈ സാധനം കാണുമ്പോൾ, ഓ ഇങ്ങനത്തെ പടമൊക്കെ ഇവർ ചെയ്യുന്നുണ്ടോ, ഇതെങ്ങനെയാണ് ചെറിയ ഇൻഡസ്ട്രി ആവുക എന്ന് ചോദിച്ചു പോകും. അത്രയും വലിയ രീതിയിലാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അതിനെ ചവിട്ടി താത്തി ഒന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് എന്നൊരു അപേക്ഷ കൂടെ ഇതിന്റെ ഒപ്പം വെക്കുന്നു. ഇനി മറ്റൊരു നെഗറ്റീവ് എന്താ ഇതിലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഒന്നും ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ക്യാരക്ടർ വൈസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഖുറൈഷി എബ്രാം എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ ക്യാരക്ടർ എന്തോ വലുതാണെന്ന് പറയുള്ളത് ഇപ്പോഴും അയാളുടെ ബേസ് എന്താണ്, അയാൾ വേറെ എന്താ കാണിച്ചിട്ടുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. മേ ബി അത് തേർഡ് പാർട്ടിൽ ഉണ്ടാവുമെങ്കിൽ തേർഡ് പാർട്ടിൽ പറയുമായിരിക്കും നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ട് വേറെ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, സ്റ്റീഫൻ നെടുമ്പള്ളിയും അയാളുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളും അതിന്റെ ഒരു ഇതിവൃത്തം പറഞ്ഞു. സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ആളുടെ കഥ എന്തായിരുന്നു, അയാൾക്ക് എന്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ എബ്രഹാം ഖുറൈഷി അല്ലെങ്കിൽ ഖുറൈഷി എബ്രാഹിമിനെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴും അയാൾ എന്താണ്, അയാളെ തുടക്കം എന്താണ്, അയാൾ എങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. എൻഡിലേക്ക് വന്നപ്പോൾ ഷെൻ ട്രയാഡ്സിനെ കൊണ്ടുവന്ന് അവിടെ ഒരു വില്ലന്മാരെ കൊണ്ടുവന്ന് വെച്ച് അവിടെ എൻഡ് ചെയ്തു. ഇത്ര ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് പ്ലോട്ട് വൈസ് വലിയ രീതിയിലേക്ക് മാറിയില്ല എന്ന് പറഞ്ഞത്. പക്ഷെ തേർഡിലേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിലേക്കുള്ള മാറ്റം വന്നേക്കാം, നമുക്കറിയില്ല. അവർ ഓൾറെഡി എഴുതി വെച്ചാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് മാത്രമാണ് സിനിമയിൽ പറയാനുള്ളത്. പക്ഷെ നേരെ മറിച്ച് സ്റ്റീഫൻ വരുന്ന സമയത്ത് ജംഗിൾ പൊളി എന്നൊക്കെ പറഞ്ഞ പോലെ വേറെ ലെവൽ ഗൂസ് ബംസ് ഇരുന്ന് ഒരുപാട് സീൻസ് ഇതിലുണ്ട്. നല്ല ത്രില്ലായിട്ട് ഇത് എന്താണ് കാണിച്ചു വെച്ചാൽ പൃഥ്വിരാജിട്ട് ഭയങ്കര സംഭവം തന്നെ തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് സീൻസ് എമ്പുരാനിലുണ്ട്. ആ പടം മോശം സിനിമയല്ല. നിങ്ങൾ 140 രൂപയോ 150 രൂപയോ 200 രൂപയോ ടിക്കറ്റിന് കൊടുത്ത് സിനിമ കണ്ടാലും നിങ്ങൾക്ക് മുതലാവും. നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ല. അത്ര ഗംഭീരമായി അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ. ഇതിനു മുമ്പ് ആദ്യമേ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, പ്രതീക്ഷയുടെ അമിതഭാരം ഇല്ലാതെ പോയാൽ എന്താണ് ആസ്വദിക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുരു പൊട്ടിയവന്മാർ ആദ്യം ആ ടാഗ് ലൈൻ എടുത്തു വെച്ചു. അത് ഇനി പറയാൻ പറ്റില്ല. നമ്മൾ ഇനി പറഞ്ഞാൽ ഞങ്ങൾ അപ്ലൈ പറയില്ല, ഇവർ ഇതിന് ഇതേ പറയുള്ളൂ. അത് സത്യമാണ്. പ്രതീക്ഷയുടെ അമിതഭാരം ഇല്ലാതെ പോയി കണ്ടാൽ ആസ്വദിക്കാൻ പറ്റും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ആദ്യം ടാഗ് ലൈൻ എടുത്തു വെച്ചു. ഇനി കാണുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം, അപ്പൊ ഞാൻ അപ്ലൈ പറയില്ല, ഇനിയിപ്പോ ഒരു മെഴുകാണ് കിടന്നതൊക്കെ പറയും. ഇങ്ങനെയൊക്കെ കുറെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. എന്റെ അഭിപ്രായത്തിൽ സിനിമ നല്ല സിനിമയാണ്. ഗംഭീര മേക്കിംഗ്, ഗംഭീരമായിട്ടുള്ള മ്യൂസിക്, ഗംഭീരമായിട്ടുള്ള ഫ്രെയിംസ്, അങ്ങനെ വലിയ സിനിമ കാണുന്ന ഫീൽ തരുന്ന സിനിമ തന്നെയാണ്. അതിൽ എബോവ് ആവറേജ് ഫീൽ തരുന്ന ഒരു പ്ലോട്ടും. ഇതാണ് സിനിമയുടെ സത്യത്തിലുള്ള അവസ്ഥ. അത് ആ എബോ ആവറേജ് പ്ലോട്ടാണ്, പക്ഷെ മേക്കിംഗ് കൊണ്ട് അത് ഭയങ്കര വലുതാക്കിയിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ സിനിമ കാണാൻ പോവുക. ഒരു ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒക്കെ പറഞ്ഞ പോലെ പക്ക ഇന്റർനാഷണൽ സാധനമാണ്. അങ്ങനെ തന്നെ പോയി നിങ്ങൾക്ക് സിനിമ കാണാവുന്നതാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ബാക്കിയുള്ളവർക്ക് വെറുതെ കുരുപൊട്ടി പറയാണ്. സിനിമ നിങ്ങൾ ആദ്യം കാണുക, കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ ഓരോരുത്തർ അവിടെ എവിടെയും പറയുന്നത് വിശ്വസിച്ചിരിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൽ പറയാനുള്ളത്, പല ആളുകളും ഈ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പറയുമ്പോൾ തള്ളാൻ വരുന്ന ആളുകളുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ചോദിച്ചാൽ മതി. ഇവിടെ മമ്മൂട്ടിക്ക് മുഹമ്മദ് കുട്ടി വിശാഖം എന്ന് പറഞ്ഞിട്ടൊരു ഉഷപൂജ നടത്തിയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. അതിനെ കുറ്റം പറഞ്ഞ എത്ര ആളുകൾ ഇവിടെ കയറി വന്നിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കുക. അതിനെ കുറ്റം പറഞ്ഞു, അതിനെ മമ്മൂട്ടിക്കെതിരെ കുറ്റം പറയുക, ലാലേട്ടനെതിരെ പറയുക, മറ്റൊരു മതത്തിനെ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ട് കുറ്റം പറയുക. അതുപോലെ ഈ മതസ്ഥർ ഈ മതത്തിൽ അത് അനുവാദമില്ല എന്ന് ചില മുസ്ലിംസ് പറയാ. ഹിന്ദുസ് ആണെങ്കിൽ അവർ ഈ മതത്തിൽ മറ്റുള്ള ആളുകളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പൂജ ചെയ്യുന്നത് ശരിയല്ല എന്ന് അവർ പറയാ. എന്നാൽ ഇവിടെ എത്ര പ്രശ്നം അവിടെ ഉണ്ടായിട്ട്, അതൊക്കെ ഒരാളുടെ മനസ്സിന്റെ വലുപ്പമാണ്, മനസ്സിന്റെ നന്മയാണ്. ഞാൻ ഈ എന്റെ ഫ്രണ്ട്സ് മലക്ക് പോകുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണടാ, അല്ലെങ്കിൽ എന്റെ സംരംഭം അത് നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കണടാ എന്ന് പറയാറുണ്ട്. എന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പറയാറുണ്ട്. നമ്മളോട് എത്ര ആളുകൾ പറയാറുണ്ട്, നോമ്പ് വരുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോ അവിടെ പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ആ പറയുന്ന മനുഷ്യന്റെ ആ പ്രാർത്ഥിക്കാൻ അവകാശപ്പെടുന്ന മനുഷ്യന്റെ മനസ്സിന്റെ വലുപ്പവും, അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിന്റെ വലുപ്പമാണ്. ഇവിടെ മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യന്റെ മനസ്സിന്റെ വലുപ്പമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്റെ സഹോദരനെ പോലെ കാണുന്ന ഒരാൾ, അയാൾക്ക് നല്ലത് വരുത്തണേ, ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അതിന് കുരുപൊട്ടന്മാര് ഇനി അതിൽ ദൈവത്തിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റൊരു മതത്തിലുള്ള ഒരാളെ കുറിച്ച് നല്ലത് പറയുന്നതിന് അല്ലെങ്കിൽ അവര് നന്നാവാൻ
പ്രാർത്ഥിക്കുന്നതിന് ദൈവത്തിന് വല്ല പ്രശ്നമുണ്ടെങ്കിൽ ആ ദൈവം ദൈവമല്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ കുറെ ആളുകൾ, ഞാൻ ഇന്നലെ കമന്റ് കണ്ടു, ഇത് ഫുള്ള് സുഡാപ്പികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. അതെങ്ങനെ സുഡാപ്പികൾക്കാവണത്? ഇപ്പുറത്ത് വർഗീയ ശക്തിയായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഗുജറാത്ത് കലാപം പോലുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ അതോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവം അതാണെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവം അത് കാണിച്ചതുകൊണ്ട് ആണോ? അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ സത്യം മനസ്സിലാക്കുക. സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി പോയി ടിക്കറ്റ് എടുക്കുക. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയി കാണാവുന്ന, നിങ്ങൾ മുടക്കുന്ന പൈസ തീർച്ചയായിട്ടും മുതലാവുന്ന ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ. മലയാളത്തിലെ ഇതുപോലൊരു മേക്കിംഗ് വന്നിട്ടില്ലാത്ത അത്ര ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ഉള്ള സിനിമ തന്നെയാണ് എമ്പുരാൻ. പക്ഷെ അപ്പോഴും പറയുന്ന, ആദ്യം പറഞ്ഞ നെഗറ്റീവ്സ് അതിലുണ്ട് എന്നുള്ളത് വലിയ സത്യമാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇത് പറയാതിരിക്കാൻ തോന്നിയില്ല, കാരണം വെറുതെ വർഗീയത വലിച്ചു വാരിയിട്ടൊരു സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞത്. വീണ്ടും പറയുന്നു, തുടക്കത്തിലുള്ള ആ കാര്യങ്ങൾ ഒക്കെ കാണിച്ചതിന് മുരളി ഗോപിക്കാണെങ്കിലും ഋത്വിക്കാണെങ്കിലും ഇതിന്റെ ടീമിനാണെങ്കിലും വലിയ ഹ്യൂജ് അപ്ലോസ്.